നമ്മളിന്ന് നോക്കുന്നത് ഇംഗ്ലീഷ് മലയാളം 20 മാർക്കിൻ്റെ PYQ ആണ്. ക്വസ്റ്റ്യൻ കോഡ് 1126. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദ ട്രഷർ വാസ് ബെറിഡ് ഡാഷ് ആൻ ഓൾഡ് ഓക്ക് ട്രീ. ആൻസർ ഓപ്ഷൻ സി ബിനീത്ത്. ഫ്യൂ പീപ്പിൾ അണ്ടർസ്റ്റുഡ് ഡാഷ്. ആൻസർ ഓപ്ഷൻ ഡി ഡിഡ് ദേ. ഫ്യൂ പീപ്പിൾ അണ്ടർസ്റ്റുഡ് ഡിഡ് ദേ. He dashed the documents before signing. Option A looked over. He looked over the documents before signing. Next, he made a dash talking to his friend loudly during the ceremony. Answer option B Fox Pass. The teacher made them write an essay. Can be reframed as option A. They were made to write an essay. Between you and dash this plan might fail. Answer option C. Between you and me this plan might fail. You dash understood it better if you had listened carefully. Answer option A. Would have. You would have understood it better if you had listened carefully. He bought dash toy for his son. Answer option C. A UFO. He bought a UFO toy for his son. The bikers had a moonlit dash by the riverside. Option D. Rendezvous. The bikers had a moonlit rendezvous by the riverside. That designer dress cost her an arm and a leg means. Answer option B. The dress is extremely costly. That designer dress cost her an arm and a leg. That means the dress is extremely costly. 10 മാർക്ക് ഇംഗ്ലീഷ് കഴിഞ്ഞു. ഇനി 10 മാർക്കിൻ്റെ മലയാളം ചോദ്യങ്ങൾ കിടക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പദം ഏത്? ഓപ്ഷൻ ഡി ആണ് ശരി. വിഡ്ഢിത്തം. വില്ല് എന്നർത്ഥം വരാത്ത പദം. വില്ല് എന്നർത്ഥം വരാത്ത പദം ഏത്? ഓപ്ഷൻ സി ആണ് അമ്പ്. വില്ല് എന്നർത്ഥം വരാത്ത പദം അമ്പ്. ചാപം, കാർമുകം, കോദണ്ഡം ഇതൊക്കെ വില്ല് എന്നർത്ഥം വരുന്നതാണ്. ഉദാരൻ എന്ന പദത്തിൻ്റെ വിപരീതാർത്ഥമായി വരുന്ന പദം ഏത്? ഓപ്ഷൻ ബി ആണ് കൃപണൻ. ഉദാരൻ എന്ന പദത്തിൻ്റെ വിപരീതാർത്ഥം കൃപണൻ. പെരുമ്പറ എന്ന പദം പിരിച്ചെഴുതുക. ഓപ്ഷൻ എ ആണ് പെരും അധികം പറ. അതാണ് പെരുമ്പറ. പെരുമ്പറ എന്ന പദം പിരിച്ചെഴുതിയാൽ പെരും അധികം പറ. നെക്സ്റ്റ്, കർത്താവ് എന്ന പദത്തിൻ്റെ എതിർലിംഗമായി വരുന്ന പദം. ഓപ്ഷൻ സി കർത്തൃ. കർത്താവ് എന്ന പദത്തിൻ്റെ എതിർലിംഗം കർത്തൃ. താഴെ തന്നിരിക്കുന്നതിൽ ബഹുവചനത്തിന് ഉദാഹരണം. ആൻസർ ഓപ്ഷൻ സി മിടുക്കർ. അഞ്ചാറ് എന്ന പദത്തെ ഘടകപദങ്ങളാക്കുക. ഓപ്ഷൻ എ ആണ് അഞ്ചോ ആറോ. അഞ്ചാറ് എന്ന പദത്തെ ഘടകപദങ്ങളാക്കിയാൽ അഞ്ചോ ആറോ. വയറ്റത്തടിക്കുക എന്ന ശൈലിയുടെ അർത്ഥത്തെ സൂചിപ്പിക്കാത്ത പ്രയോഗം ഏത്? ഓപ്ഷൻ ഡി ആണ് സന്തോഷിപ്പിക്കുക. വയറ്റത്തടിക്കുക എന്ന ശൈലിയുടെ അർത്ഥത്തെ സൂചിപ്പിക്കാത്തത് സന്തോഷിപ്പിക്കുക. ഗതി മുട്ടിക്കുക, കഷ്ടപ്പെടുത്തുക, ദുഃഖിപ്പിക്കുക ഇതൊക്കെ വയറ്റത്തടിക്കുക എന്ന ശൈലിയുടെ അർത്ഥത്തെ സൂചിപ്പിക്കുന്നു. പുത്രൻ്റെ ഭാര്യ എന്ന അർത്ഥം വരുന്ന പദം ഏത്? ഓപ്ഷൻ ബി സ്നുഷ. പുത്രൻ്റെ ഭാര്യ സ്നുഷ. ടു റൂട്ട് ഔട്ട് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ പരിഭാഷ ഏത്? ഓപ്ഷൻ സി ഉന്മൂലനം ചെയ്യുക. ടു റൂട്ട് ഔട്ട് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ പരിഭാഷ ഉന്മൂലനം ചെയ്യുക.